ഹായ് ഓൾ അമിഗോസ് ഓൺ സ്ക്രീൻ, ദിസ് ഈസ് വിക്കി. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പൂരങ്ങളുടെ നാടായ തൃശ്ശൂരിലേക്ക് ഒരു ചെറിയ യാത്ര പോകാൻ പോകുന്നതാണ്. അവിടെ പോകുന്നതിന് മെയിൻ ഒരു കാരണമുണ്ട്. ആക്ച്വലി ഞാൻ അവിടെ പോകാനായിട്ടൊന്ന് ഒരു ദിവസമൊക്കെ പോയിട്ടൊരു ജസ്റ്റ് ഒരു കറക്കൊക്കെ കറങ്ങിയിട്ട് വരാനായിട്ടൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് പോകുന്നതിന് മെയിൻ വേറൊരു കാര്യമുണ്ട്. പക്ഷേ ആ കാര്യം ഞാനിപ്പോൾ എന്തായാലും ഡിസ്ക്ലോസ് ചെയ്യാനുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നടക്കുമെന്നുള്ള ഉറപ്പില്ല. അതുകൊണ്ടിട്ടാണ് ഞാനിപ്പോൾ പറയാത്തത്. എന്തായാലും ഞാൻ തൃശ്ശൂർ ചെന്നിട്ട് ആദ്യം തൃശ്ശൂർ എത്തട്ടെ, എന്നിട്ട് ആ കാര്യങ്ങൾ എന്തായാലും പറയാം. ഞാനിപ്പോൾ ഫസ്റ്റ് നമ്മുടെ വൈറ്റിലയിൽ നിന്ന് മെട്രോ കയറുക, അവിടെ നിന്ന് നേരെ സൗത്തിൽ ചെന്ന് ഇറങ്ങുക, സൗത്തിൽ നിന്ന് ട്രെയിൻ കയറി പോകുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ എൻ്റെ പ്ലാൻ. ഞാനിപ്പോൾ എന്തായാലും ഇറങ്ങിയിട്ടുണ്ട്. 9:10 ഒരു ട്രെയിൻ ഉണ്ട്, ഇപ്പോൾ 8:20 ഞാനിപ്പോൾ എന്തായാലും നേരെ മെട്രോ സ്റ്റേഷനിലേക്ക് ചെന്നിട്ട് അവിടെ നിന്ന് നേരെ സൗത്തിൽ പോട്ടെ. ഗൈസ്, ഞാൻ ഇപ്പോൾ വൈറ്റില മെട്രോ സ്റ്റേഷനിലെത്തി, ടിക്കറ്റ് എടുത്തു. ഇനിയിപ്പോൾ സൗത്തിൽ ചെല്ലുക, നേരെ തൃശ്ശൂർക്ക് പോവാം. അപ്പം നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ തൃശ്ശൂരെത്തിയിട്ട് കാണാം. ബൈ ബൈ. ഹലോ തൃശ്ശൂർ. അപ്പം ഞാൻ പൂരങ്ങളുടെ നാട്ടിൽ അങ്ങനെ കാല് കുത്തിയിരിക്കുകയാണ് ഗൈസ്. അവിടെ നല്ല വെയിലായായിരുന്നേ, കണ്ണിങ്ങനെ അടഞ്ഞടഞ്ഞു പോകണം. അപ്പോൾ ഞാൻ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പ്ലാറ്റ്ഫോമിലേക്ക് കയറി. ഇപ്പോൾ ഇവിടെ നല്ല തള്ളുണ്ട്. അജയ് അദ്വൈതും ഓൾറെഡി ഇപ്പോൾ തൃശ്ശൂരുണ്ട്. അമര നാടാണല്ലോ ഇത്. അവന്മാർ വന്നേക്കുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പ്ലാൻ നടപ്പാക്കാനായിട്ടാണ്. പക്ഷെ അത് ഞാനിപ്പോൾ എന്തായാലും പറയണില്ല. അതൊന്നും പ്ലാൻ നടപ്പാക്കുമെന്നും അറിയില്ല. അത് ഷുവറില്ലാത്ത കാരണം ഞാൻ പറയണില്ല. ഇപ്പോൾ അദ്വൈത് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരും. ഞാൻ മാപ്പ് നോക്കിയപ്പോഴത്തേക്കും 11 മണിയൊക്കെ കാണിച്ചിരുന്നു. പക്ഷേ അതിന് മുന്നേ ട്രെയിൻ കൂടെ എത്തി. ഞാൻ അപ്പോൾ അവന്മാരോട് ആ ഒരു ടൈം കൊള്ളിച്ചെത്താനാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പം ഞാൻ പറഞ്ഞു ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കട്ടെ, ഞാനിപ്പോൾ എന്തായാലും പുറത്തിറങ്ങിയിട്ട് വെയിറ്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ ഞങ്ങളുടെ പ്ലാനിങ് നടപ്പാക്കാനായിട്ടുള്ള സ്ഥലത്തേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ അദ്വൈത് വന്നിരിക്കുകയാണ് ഗൈസ്. അജയ് ഞാൻ അവിടെ ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ എന്തായാലും അങ്ങോട്ട് പോട്ടെ. ഓക്കെ, ബൈ ബൈ ഗൈസ്. പ്ലാനിങ് ഈസ് സക്സസ്ഫുൾ. ഇവന് ഒരു ഗിംബൽ എടുക്കാനായിട്ടാണ് ഞാനിപ്പോൾ ട്രെയിൻ കയറി ഇവിടം വരെ വന്നത്. അതെന്തായാലും വേസ്റ്റ് ആയില്ല. നമ്മളെല്ലാം പ്ലാനിൽ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. ലോൺ അപ്രൂവ് ആയിട്ടുണ്ട്. നമുക്ക് ഇന്ന് എന്തായാലും ഷോപ്പിൻ്റെ ഉള്ളിൽ കയറി സംഭവം നോക്കാം ഗൈസ്. ഇപ്പോൾ അജയ് ആഗ്രഹിച്ച ആ നിമിഷം വന്നെത്തിയിരിക്കുകയാണ്. DJ RS4. അജയ് ഹാപ്പി അല്ലേ? ഇനി ഇതിന് EMI അടിച്ചു തുടങ്ങിയാൽ മതി. അതുകൊണ്ട് ഡബിൾ ഹാപ്പി ഗൈസ്. അപ്പോൾ അജയ് ഗിംബൽ എടുത്തതിൻ്റെ ഭാഗമായിട്ട് അവൻ ട്രീറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളെ തോംസൺ കാസ എന്ന് പറഞ്ഞ ഹോട്ടലിൽ കൊണ്ടുവന്നിരിക്കുകയാണ് അജയ്. അവൻ ചിലവ് ചെയ്യാന്ന് പറഞ്ഞേക്കണം, എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഒരാളെ കൂടി പരിചയപ്പെടുത്താനുണ്ട്. അജയിൻ്റെ ഫ്രണ്ടാണ്, അവൻ്റെ ദർശൻ എന്നാണ് അവൻ്റെ പേര്. അവൻ്റെ ഒരു സംരംഭമാണ് DDR എന്ന് പറഞ്ഞിട്ട്. DDR പെറ്റ് സ്റ്റോർ ആൻഡ് ഗ്രൂമിങ് പാർലറാണ് സംഭവം. അവിടെ നമ്മുടെ അരുമയാന പെറ്റ്സിനെയൊക്കെ നമുക്ക് അവിടെ ഗ്രൂം ചെയ്ത് കൊടുക്കുന്നതാണ്. ട്രെയിനിങ് ഉണ്ട്, ബോർഡിംഗ് ഉണ്ട്, എല്ലാം ഉണ്ട്. ആഗസ്റ്റ് 18 ഷോപ്പ് 1 ഇയർ ആവണം. അതിന് ഓഫർ ഉണ്ട്. എല്ലാവരും നമ്മുടെ പേജ് കയറി ചെക്ക് ചെയ്ത് കിട്ടും. കേട്ടല്ലോ, ഇതിൽ കൂടുതലും പ്രൊമോഷൻ എനിക്ക് തരാൻ പറ്റൂല. എല്ലാം അവൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നോട്ട് ചെയ്തോളാം. നമ്മുടെ അഡ്രസ്സ് ഞാൻ അഡ്രസ്സ് കാണാൻ പറ്റണല്ലേ? ഓക്കെ. ഞങ്ങൾക്ക് അവിടെ നിന്ന് സ്പേസ് കിട്ടാത്ത കാരണം ഞങ്ങൾ കാറ് പാർക്ക് ചെയ്തിരുന്ന അവിടെ ഭയങ്കര വെയിലായതുകൊണ്ടിട്ട് ഞങ്ങൾ ഇത്രയും കൂടി നീങ്ങിയിട്ട് വേറൊരു വിശാലമായിട്ടുള്ളൊരു പറമ്പിൽ ഞങ്ങൾ കൊണ്ടിട്ടു. ഇതേ കാറും അവന്മാരും. ഞാൻ തോംസൺ കാസിലെ ബിരിയാണി ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ. അപ്പോൾ ഞാൻ തോംസൺ കാസിലെ ബിരിയാണി ടേസ്റ്റ് ചെയ്യാൻ പോകണേണ്. ഇതേതാണ് ബിരിയാണി. ഇത് കണ്ടെയ്നറിൽ വന്ന മുട്ടയുണ്ട്, ചിക്കനുണ്ട്, നല്ല സോഫ്റ്റ് റൈസ് ഉണ്ട്. എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കൊള്ളാം. നല്ല സോഫ്റ്റ് റൈസ്, നല്ല മസാല, ചിക്കനാണെങ്കിലും ടേസ്റ്റ് ഉണ്ട്. കഴിക്കട്ടെ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഞാൻ വന്ന പ്ലാനിങ് എല്ലാം സക്സസ് ആയിട്ട് ഞാൻ നിറവേറ്റിയിരിക്കുകയാണ്. അപ്പോൾ പുതിയ ഗിംബലെടുത്ത് അജയ്ക്ക് എല്ലാവിധ ഭാഗങ്ങളും നേർന്നുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ കൂടി അമർത്തിക്കോളൂ.